ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻവെൻട്രി ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കമ്പ്യൂട്ടേഷൻ വരിക, എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Definition: Cost of goods sold (COGS) refers to the direct cost of producing the goods sold by a company. ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡയറക്റ്റ് കോസ്റ്റിനാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയാം. This amount includes the cost of the material and labor directly used to create the good. നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റുമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ഉണ്ടാവുക. ഇറ്റ് എക്സ്ക്ലൂഡ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് സച്ച് ആസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആൻഡ് സെയിൽസ് ഫോഴ്സ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ്? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിനും സെയിൽസ് ഫോഴ്സ് കോസ്റ്റിനും. അപ്പം ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മീനിങ് നോക്കാം. മീനിങ്: കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് (COGS) is an accumulation of the direct cost that went into the goods sold by your company. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിക്ക് വന്നിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. This includes the cost of any material used in production as well as the cost of labor needed to produce the good. നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടുള്ള മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റാണ് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ഉണ്ടാവുക. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് സച്ച് ആസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് കോസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും മാർക്കറ്റിംഗ് കോസ്റ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം അത് ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഓൾസോ റെഫർഡ് ടു ആസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വേറെ പേരാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇൻവെൻട്രി ദാറ്റ് ഈസ് സോൾഡ് അപ്പിയേഴ്സ് ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അക്കൗണ്ട്. നമ്മൾ സെയിൽ ചെയ്യുന്ന ഇൻവെൻട്രി എവിടെയാണ് വരിക? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരും, സെയിൽസ് എന്ന് പറയുന്ന എമൗണ്ടിൽ വരും. The beginning inventory for the year is the inventory left over from the previous year, that is the merchandise that was not sold in the previous year. കഴിഞ്ഞ കൊല്ലത്തെ അൺസോൾഡ് ഗുഡ്സ് ആണ് ഈ കൊല്ലത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വരിക, അതായത് ബിഗിനിങ് ഇൻവെൻട്രി ആയിട്ട് വരിക. Any additional productions or purchases made by a manufacturer or retail company are added to the beginning inventory. ബിഗിനിങ് ഇൻവെൻട്രിയുടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഇക്കൊല്ലം ഉണ്ടായിട്ടുള്ള പർച്ചേസുകൾ ആഡ് ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ the product that were not sold are subtracted from the sum of beginning inventory and additional purchases. ബിഗിനിങ് ഇൻവെൻട്രിനോട് അഡീഷണൽ പർച്ചേസ് കൂട്ടിയിട്ട് കിട്ടിയ എമൗണ്ടിൽ നിന്ന് നമ്മൾ ക്ലോസിങ് ഇൻവെൻട്രി, അതായത് ഇക്കൊല്ലം വിറ്റിട്ട് പോവാത്ത സാധനങ്ങൾ നമ്മൾ കുറയ്ക്കും. The final number derived from the calculation is the cost of goods sold for the year. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ബിഗിനിങ് ഇൻവെൻട്രിനോട് പർച്ചേസസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഇക്വൽ ടു opening inventory plus additional purchases minus closing inventory. The cost of goods sold is an important metric on the financial statement as it is subtracted from a company's revenue to determine its gross profit. ഒരു കമ്പനി അവരുടെ ഗ്രോസ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസസ് കുറച്ചിട്ട്. അങ്ങനെ നമ്മൾ എക്സ്പെൻസസ് ആയിട്ട് കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. The gross profit is a profitability measure that evaluates how efficient a company is in managing its labor and supplies in the production process. നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് നോക്കിയിട്ട് അവരുടെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ എത്ര കൃത്യമായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മെഷർ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പ്രോഫിറ്റിനും അതേപോലെ നമ്മുടെ കമ്പനിയുടെ എഫിഷ്യൻസിനെയും ബാധിക്കുന്നുണ്ട്. Because cost of goods sold is a cost of doing business.
ബിസിനസ് നടത്താൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന ചിലവാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇറ്റ് ഈസ് റെക്കോർഡഡ് ആസ് എ ബിസിനസ് എക്സ്പെൻസ് ഓൺ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ബിസിനസ് എക്സ്പെൻസ് ആയിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ റെക്കോർഡ് ചെയ്യുന്നത്. Knowing the cost of goods sold helps analytics, investors and managers estimate company's bottom line. ഒരു ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നോക്കിയിട്ട് അനാലിറ്റിക്സിനും ഇൻവെസ്റ്റേഴ്സിനും മാനേജേഴ്സിനും എന്ത് മനസ്സിലാക്കാം? കമ്പനീൻ്റെ ബോട്ടം ലൈൻ, കമ്പനീൻ്റെ കഴിവ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. If cost of goods sold increases, net income will decrease. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നെറ്റ് ഇൻകം ഡിക്രീസ് ചെയ്യും. വൈൽ ദിസ് മൂവ്മെൻറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ഇൻകം ടാക്സ് പർപ്പസസ്, ദ ബിസിനസ് വിൽ ഹാവ് ലെസ് പ്രോഫിറ്റ് ഫോർ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കുറയുന്ന സമയത്ത് നല്ലതാണ്, നമുക്ക് അത്ര കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. പക്ഷേങ്കിൽ എന്താ പ്രശ്നം? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ. Businesses thus try to keep their cost of goods sold low so that net profit will be higher. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകൾ ശ്രമിക്കുക അവരുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മാക്സിമം ലോ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനും കൂടുതൽ പൈസ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് COGS is the cost of acquiring or manufacturing the product that a company sells during a period. So, the only costs included in the measure are those that are directly tied to the production of the product, including cost of labor, material and manufacturing overhead. ഒരു പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റിനാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുക. അതിലേതൊക്കെ കോസ്റ്റ് വരും? കോസ്റ്റ് ഓഫ് ലേബർ, cost of material and manufacturing overhead. For example, the cost of goods sold for a automaker would include the material cost for the parts that go into making the car plus the labor cost used in to put the car together. മെറ്റീരിയൽ വാങ്ങാനുള്ള ചിലവും ലേബർ വാങ്ങാനുള്ള ചിലവും ലേബർ യൂസ് ചെയ്യാനുള്ള ചിലവുമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വരുന്നത്. The cost of sending the car to dealerships and the cost of the labor used to sell the car would be excluded. നമുക്ക് ഡീലറിൻ്റെ കയ്യിലേക്ക് എത്തിക്കാനും അതുപോലെ കോസ്റ്റ് നമുക്ക് ഈ വസ്തു കാറ് വിൽക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവും എന്ത് കോസ്റ്റാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. Furthermore, cost incurred on the cars that were not sold during the year will not be included when calculating cost of goods sold, whether the costs are direct or indirect. നമ്മൾ ഇക്കൊല്ലം വിൽക്കാത്ത കാറുകളുടെ ഒന്നും കോസ്റ്റ് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യൂല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ഇൻക്ലൂഡ് ചെയ്യൂല. അത് ഡയറക്റ്റ് കോസ്റ്റ് ആണെങ്കിലും ശരി ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണെങ്കിലും ശരി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല. In other words, cost of goods sold includes the direct cost of producing goods or services that were purchased by customers during the year. നമുക്ക് ഇക്കൊല്ലം സെയിൽ ചെയ്തിട്ടുള്ള ഗുഡ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ് ഇക്കൊല്ലം പർച്ചേസ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ മേലെ വരുന്ന ഡയറക്റ്റ് കോസ്റ്റുകൾ മാത്രമേ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് ഒരു 6 സ്റ്റെപ്പായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഡിറ്റർമൈൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പം നമ്മൾ ആദ്യത്തെ പണി എന്താ? നമ്മുടെ കയ്യിൽ കുറേ കോസ്റ്റുകളുണ്ട്, അതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേഷൻ പ്രോസസ് അലൗസ് യു ടു ഡിഡക്ട് all the cost of products you sell, whether you manufacture them or buy and resell them. നമ്മൾ വാങ്ങി വെക്കുന്ന ആൾക്കാരാണെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഇൻകർ ചെയ്ത എല്ലാ കോസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ലിസ്റ്റ് ഓൾ കോസ്റ്റ് ഇൻക്ലൂഡിങ് കോസ്റ്റ് ഓഫ് ലേബർ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ് ആൻഡ് അതർ കോസ്റ്റ്. നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ള എല്ലാ കോസ്റ്റുകളും ലിസ്റ്റ് ചെയ്യാം. ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, സപ്ലൈസ് കോസ്റ്റ്, അതർ കോസ്റ്റ് എല്ലാം റെക്കോർഡ് ചെയ്യുക. There are 2 types of cost included in cost of goods sold. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ 2 തരം കോസ്റ്റാണ് ഉണ്ടാവുക. ഡയറക്റ്റ് കോസ്റ്റ് ആർ കോസ്റ്റ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ഓഫ് പ്രൊഡക്റ്റ്.
നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള കോസ്റ്റാണ് എന്ത്? ഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ കോസ്റ്റ് റിലേറ്റഡ് ടു വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ്, എക്യുപ്മെൻറ്റ് ആൻഡ് ലേബർ. നമുക്ക് വെയർ ഹൗസിംഗ് ഫെസിലിറ്റി, അതുപോലെ എക്യുപ്മെൻറ്റ്, ലേബറിനൊക്കെ വന്നിട്ടുള്ള കോസ്റ്റാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. Direct labor cost is wages you pay to employees who spend all their time working directly on the product your company makes, including both full-time and part-time employees. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന വേജസ് ആണ്. എങ്ങനെയുള്ള എംപ്ലോയീസിന്? നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മേലെ, പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം എംപ്ലോയീസിന് കൊടുക്കുന്ന വേജാണ് ഡയറക്റ്റ് കോസ്റ്റ്. Indirect labor cost is wages you pay to employees who work in your factory who don't have any immediate or direct connection with making product, including stocking, packaging and shipping workers. നമുക്ക് പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലാത്ത ലേബേഴ്സിനാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുക. അതായത് പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുക, പാക്ക് ചെയ്യുക, ഷിപ്പിങ്, അതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ലേബറിനാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് വരിക. അവർക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റിനും ഇൻഡയറക്റ്റ് കോസ്റ്റിനും ക്ലാസിഫൈ ചെയ്യുക. സ്റ്റെപ്പ് 2, ഡിറ്റർമൈൻ ഫെസിലിറ്റീസ് കോസ്റ്റ്. ഫെസിലിറ്റീസ് കോസ്റ്റ് ഫോർ building and other locations are the most difficult to determine. നമ്മൾ ഉപയോഗിക്കുന്ന ഫെസിലിറ്റീസ്, നമ്മൾ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ ലൊക്കേഷൻ, അതിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ടേഷനാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത് എന്ന്. ദിസ് ഈസ് വെർ എ ഗുഡ് ടാക്സ് പ്രൊഫഷണൽ കംസ് ഇൻ. ഈ ജോലി ആരാ ചെയ്യുക? ടാക്സ് പ്രൊഫഷണലാണ് ഫെസിലിറ്റീസ് കോസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യുക. യു മസ്റ്റ് സെറ്റ് എ പെർസെൻറ്റേജ് ഓഫ് യുവർ ഫെസിലിറ്റി കോസ്റ്റ്, rent or mortgage, interest, utility and other cost to each product for the accounting period in question, usually a year, for tax purposes. നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട്, നമുക്ക് ഇൻകർ ചെയ്യുന്ന ഫെസിലിറ്റീസിൻ്റെ എമൗണ്ട് നമ്മൾ പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലെയും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. The only cost you will be included in the measure for your cost of goods sold are the ones that are directly tied into the production cost of your goods or services. നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന, ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഏതൊരു ഫെസിലിറ്റീൻ്റെയും കോസ്റ്റ് നമ്മൾ പ്രപ്പോർഷനേറ്റ്ലി ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലും വീതിച്ചു കൊടുക്കണം. ഇപ്പം ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് 5000 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു 6000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എങ്ങനെയാണ് ഫെസിലിറ്റീസ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക? 5000 ഡിവൈഡഡ് ബൈ 6000 ചെയ്തിട്ടാണ് നമ്മൾ ഓരോ യൂണിറ്റിൻ്റെ മേലെയും എത്ര രൂപ ഫെസിലിറ്റീസ് കോസ്റ്റ് ചാർജ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അങ്ങനെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലെയും പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഫെസിലിറ്റീസ് കോസ്റ്റ് ചാർജ് ചെയ്യണം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, determine the beginning inventory. Inventory include the merchandise in stock, raw material, work in progress, finished good and supplies that are part of the items you sell. നമ്മൾ ഓർഗനൈസേഷനിൽ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്, ഇതൊക്കെ എന്താണ്? ഇൻവെൻട്രി ആണ്. You may need to physically count everything in inventory or keep a running count during the year. നമ്മൾ ഇൻവെൻട്രി മെഷർ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഫിസിക്കലി കൗണ്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സിനെ നിരീക്ഷിക്കേണ്ടി വരും. Your beginning inventory this year must be exactly the same as your ending inventory last year. കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് ഇൻവെൻട്രി, എൻഡിങ് ഇൻവെൻട്രി ആണ് ഈ കൊല്ലത്തെ ഓപ്പണിംഗ് ഇൻവെൻട്രി അല്ലെങ്കിൽ ബിഗിനിങ് ഇൻവെൻട്രി ആയിട്ട് വരിക. ഇഫ് ദ ടു അമൗണ്ട്സ് ഡോണ്ട് മാച്ച്, you will need to submit an explanation on your tax form for the difference. നമ്മുടെ ക്ലോസിംഗ് ഇൻവെൻട്രിയും ഓപ്പണിംഗ് ഇൻവെൻട്രിയും മാച്ച് ചെയ്തില്ലേ നമ്മൾ എന്ത് ചെയ്യണം? അത് മാച്ച് ചെയ്യാതിരിക്കാനുള്ള കാരണത്തിന് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യണം on your tax form. This is the total cost of every product in your inventory at the start of the year.
നമ്മൾ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് വരുന്ന കോസ്റ്റാണ് എന്ത്, ബിഗിനിങ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ദിസ് ഷുഡ് ബി എക്സാക്ട്ലി ദ സെയിം ആസ് യുവർ എൻഡിങ് ഇൻവെൻട്രി ഓഫ് ദ ലാസ്റ്റ് ഇയർ, അതർവൈസ് യു വിൽ നീഡ് ടു പ്രൊവൈഡ് ആൻ എക്സ്പ്ലനേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, രണ്ട് എമൗണ്ടും സെയിം ആയിരിക്കണം, നമ്മൾ അഥവാ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് ഇൻവെൻട്രി ആണ് ഈ കൊല്ലത്തെ ബിഗിനിങ് ഇൻവെൻട്രി. ഇനി നമുക്ക് സ്റ്റെപ്പ് 4 നോക്കാം. Add purchases of inventory items. Most businesses add inventory during the year. You must keep track of the cost of each shipment or the total manufacturing cost of each product you add to inventory. നമ്മൾ ഈ കൊല്ലം പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു വെക്കണം. നമ്മൾ ഈ കൊല്ലത്തെ പർച്ചേസസും കൂടെ നമ്മൾ എന്തിനോട് ആഡ് ചെയ്യണം, ഓപ്പണിംഗ് ഇൻവെൻട്രിയോട് ആഡ് ചെയ്യണം. ഫോർ പർച്ചേസ്ഡ് പ്രോഡക്ട്സ് കീപ് ദ ഇൻവോയ്സ് ആൻഡ് എനി അതർ പേപ്പർ വർക്ക്. നമ്മളെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഇൻവോയ്സുകളെ എടുത്തു വെക്കണം. ഫോർ ദ ഐറ്റംസ് യു മേക്ക് യു വിൽ നീഡ് ദ ഹെൽപ്പ് ഓഫ് യുവർ ടാക്സ് പ്രൊഫഷണൽ ടു ഡിറ്റർമൈൻ ദ കോസ്റ്റ് ടു ആഡ് ടു ഇൻവെൻട്രി. നമ്മൾ എത്ര രൂപ ആഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ടാക്സ് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടാവുന്നതാണ്. അപ്പം നമ്മൾ ഇതുവരെയായിട്ട് എന്ത് ചെയ്തു, ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ക്ലാസിഫൈ ചെയ്തു. ഫെസിലിറ്റീസ് കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ മുന്നിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ബിഗിനിങ് ഇൻവെൻട്രി കണ്ടുപിടിച്ചു, അതുപോലെ പർച്ചേസസിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഡിറ്റർമൈൻ ദ എൻഡിങ് ഇൻവെൻട്രി. എൻഡിങ് ഇൻവെൻട്രി കോസ്റ്റ് ആർ യൂഷ്വലി ഡിറ്റർമൈൻഡ് ബൈ ടേക്കിംഗ് എ ഫിസിക്കൽ ഇൻവെൻട്രി ഓഫ് പ്രോഡക്റ്റ് ഓർ ബൈ എസ്റ്റിമേറ്റിംഗ്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും ഫിസിക്കലി കൗണ്ട് ചെയ്തിട്ടാണ് പൊതുവേ നമ്മൾ ക്ലോസിംഗ് ഇൻവെൻട്രി മെഷർ ചെയ്യാറുള്ളത്. എൻഡിങ് ഇൻവെൻട്രി കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഫോർ ഡാമേജ്ഡ്, വർത്ത്ലെസ് ഓർ ഒബ്സൊലേറ്റ് ഇൻവെൻട്രി. എൻഡിങ് ഇൻവെൻട്രി നമ്മൾ എന്തൊക്കെ കുറയ്ക്കണം, ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കുറയ്ക്കണം, വർത്ത്ലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കുറയ്ക്കണം, ഒബ്സൊലേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കുറയ്ക്കണം. അതായത് കേട് വന്നത്, ഡേറ്റ് കഴിഞ്ഞത്, ഉപയോഗിക്കാൻ പറ്റാത്തത്, അങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ക്ലോസിംഗ് ഇൻവെൻട്രിയിൽ നിന്ന് കുറച്ച് കളയണം. ഫോർ ഡാമേജ്ഡ് ഇൻവെൻട്രി റിപ്പോർട്ട് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ. ഡാമേജ്ഡ് ഇൻവെൻട്രി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഫോർ വർത്ത്ലെസ് ഇൻവെൻട്രി യു മസ്റ്റ് പ്രൊവൈഡ് എവിഡൻസ് ദാറ്റ് ഇറ്റ് വാസ് ഡിസ്ട്രോയ്ഡ്. വർത്ത്ലെസ് ആയിട്ടുള്ള ഇൻവെൻട്രി ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എവിഡൻസ് നമ്മൾ കൊടുക്കണം. For obsolete, out of date inventory, you must also show evidence of the decrease in value. നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സൊലേറ്റ് ഇൻവെൻട്രി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എൻഡിങ് ഇൻവെൻട്രി നമ്മൾ ചെയ്യേണ്ടത്. ക്ലോസിംഗ് ഇൻവെൻട്രി മെഷർ ചെയ്യുക, അതിൽ ഡാമേജ്ഡ്, വർത്ത്ലെസ് ആൻഡ് ഒബ്സൊലേറ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി ഒഴിവാക്കി കളയുക. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്താ, ഡു ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അറ്റ് ദിസ് പോയിന്റ് you have all the information you need to do the cost of goods sold calculation. You can do it on a spreadsheet or have your tax professional help you. നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, ബിഗിനിങ് ഇൻവെൻട്രി പ്ലസ് പർച്ചേസസ് പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ചെയ്തിട്ടാണ് നമ്മളെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും കണ്ടുപിടിച്ചു, ഫെസിലിറ്റീസ് കോസ്റ്റ് കണ്ടുപിടിച്ചു, ബിഗിനിങ് ഇൻവെൻട്രി കണ്ടുപിടിച്ചു, പർച്ചേസസ് കണ്ടുപിടിച്ചു, ക്ലോസിംഗ് ഇൻവെൻട്രി കണ്ടുപിടിച്ചു. ഇനി അതിനെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇക്വേഷൻ നോക്കാം. ബേസിക് കാൽക്കുലേഷൻ ഫോർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ബിഗിനിങ് ഇൻവെൻട്രി കോസ്റ്റ് പ്ലസ് അഡീഷണൽ ഇൻവെൻട്രി കോസ്റ്റ് മൈനസ് എൻഡിങ് ഇൻവെൻട്രി ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പം എന്തൊക്കെയാണ്, ഓപ്പണിംഗ് ഇൻവെൻട്രി, അതിനോട് പർച്ചേസസ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് ക്ലോസിംഗ് ഇൻവെൻട്രി കുറയ്ക്കുക. അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇതാണ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്, ദ കോസ്റ്റ് ദാറ്റ് ഗോ ഇൻ ടു കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഒന്ന് കോസ്റ്റ് ഓഫ് പർച്ചേസ്. ദിസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് യു പ്ലേസ്ഡ് ഇൻ യുവർ ഇൻവെൻട്രി ഫോർ സെല്ലിംഗ് പർപ്പസസ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിട്ടുള്ള ചിലവ് തന്നെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പർച്ചേസസ് എന്ന് പറയാം. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ് യു നീഡ് ടു മേക്ക് യുവർ പ്രൊഡക്റ്റ്. ദേ ഹാവ് ടു ബി ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് യുവർ ഗുഡ്സ്. നമ്മളെ
പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽസും സപ്ലൈസും ആവശ്യമാണ്. അത് വാങ്ങാൻ വരുന്ന കോസ്റ്റിനാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയാം. മൂന്നാമത്തത് കോസ്റ്റ് ഓഫ് ലേബർ. ദിസ് ഇസ് ദ കോസ്റ്റ് ഓഫ് പേയിങ് എംപ്ലോയീസ് ഹു വർക്ക് ഓൺ ക്രിയേറ്റിംഗ് യുവർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. നമുക്ക് ഫ്രീ ആയിട്ട് എംപ്ലോയീസ് വർക്ക് ചെയ്ത് തരില്ലല്ലോ, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അവർക്ക് പൈസ കൊടുക്കണ്ടേ, അങ്ങനെ അവർക്ക് കൊടുക്കുന്ന പൈസയാണ് കോസ്റ്റ് ഓഫ് ലേബർ. ദിസ് ഡസൻറ്റ് ഇൻക്ലൂഡ് കോസ്റ്റ് ഫോർ എംപ്ലോയീസ് ഇൻ ഫിനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ് ഓർ എനി അതർ ഏരിയാസ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ലൈക്ക് എംപ്ലോയീസ് കോസ്റ്റ് ഓൺ ഫിനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഇതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കോസ്റ്റുകൾ മാത്രമേ നമ്മൾ കോസ്റ്റ് ഓഫ് ലേബറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നാലാമത്തത് അതർ കോസ്റ്റ്. ദീസ് കോസ്റ്റ് ഇൻക്ലൂഡ് ഷിപ്പിംഗ് കോസ്റ്റ് ഫോർ യുവർ മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ്. നമ്മൾ പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യാനുള്ള ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ, കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തിക്കണ്ടേ, അതിനുള്ള ഷിപ്പിംഗ് കോസ്റ്റാണ് അതർ കോസ്റ്റിൽ വരിക. ആസ് വെൽ ആസ് overhead costs like rent, water and electricity for the area the products are assembled or manufactured. നമ്മളെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അസംബിൾ ചെയ്യുന്ന ഏരിയയിലേക്കുള്ള റെൻറ്റ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇതിൻ്റെ ചാർജും എന്തിലാണ് ഇൻക്ലൂഡ് ചെയ്യുക? അതർ കോസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കമ്പ്യൂട്ടേഷൻ്റെ എക്സാമ്പിളാണ്. ഇസബൽ ഹാസ് എ ബിസിനസ് വേർ ഷീ സെൽസ് ജ്വല്ലറി ഓൺ ഈബേ. ഇസബലിന് ഒരു ബിസിനസ് ഉണ്ട്. എന്താ ജോലി? ഈബേയിൽ ഇസബൽ ജ്വല്ലറി വിൽക്കുകയാണ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഒക്ടോബർ ഷീ ഡിഡ് ആൻ ഇൻവെൻട്രി കൗണ്ട് ദാറ്റ് ഷോഡ് ദാറ്റ് ഷീ ഹാസ് ₹1000 വർത്ത് ഓഫ് ജ്വല്ലറി ഇൻ ഹർ ഇൻവെൻട്രി. അപ്പം ഒക്ടോബറിൽ ഇസബൽ ചെക്ക് ചെയ്ത സമയത്ത് ഇസബലിൻ്റെ ഓപ്പണിംഗ് ഇൻവെൻട്രി എത്രയാണ്? ₹1000 ഇൻവെൻട്രിയാണ്. Over the course of a year, she produces more jewelry to add to her stock. ആ കൊല്ലം ഇസബൽ വീണ്ടും സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ടോട്ടലിംഗ് ₹2000 ഓഫ് ന്യൂ ജ്വല്ലറി. എത്ര രൂപേൻ്റെ സാധനം പർച്ചേസ് ചെയ്യുന്നത്? 2000 രൂപേൻ്റെ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 1000, പർച്ചേസസ് 2000. At the end of the year, her inventory count shows that she has ₹720 of inventory on hand. ക്ലോസിംഗ് ഇൻവെൻട്രി എത്രയാണ്? 720 ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രി 1000, പർച്ചേസസ് 2000, ക്ലോസിംഗ് ഇൻവെൻട്രി 720. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ബിഗിനിങ് ഇൻവെൻട്രി പ്ലസ് അഡീഷണൽ ഇൻവെൻട്രി മൈനസ് എൻഡിങ് ഇൻവെൻട്രി. അപ്പോൾ 1000 + 2000 - 720 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. എമൗണ്ട് എത്രയായിരിക്കും? 2280. അപ്പം നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഇക്വൽ ടു 2280. ഇത്രയും സിമ്പിളായിട്ടുള്ള കമ്പ്യൂട്ടേഷനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം, വൈ ഈസ് കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇമ്പോർട്ടൻറ്റ്? ദർ ആർ 3 key reasons why calculating cost of goods sold important. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി നമുക്ക് 3 റീസൺസ് പറയാം. ഒന്നാമത്തത് മെട്രിക് ഫോർ ടാക്സ് പർപ്പസസ്. കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് റിക്വയർഡ് ഫോർ യുവർ ബിസിനസ് ടാക്സസ്. നമ്മൾ ഇൻകത്തുനിന്ന് എക്സ്പെൻസ് കുറച്ചിട്ടാണ് പ്രോഫിറ്റ് മെഷർ ചെയ്യുക. പ്രോഫിറ്റിൻ്റെ മേലാണ് നമ്മൾ ടാക്സ് കൊടുക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്. അത് കമ്പ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് മെഷർ ചെയ്യാനും ടാക്സ് പേ ചെയ്യാനും പറ്റുള്ളൂ. ഓഫൻ ടൈംസ് people find themselves overpaying or underpaying their taxes due to a lack of record on their sales. സെയിൽസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റവന്യൂ എക്സ്പെൻസസോ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മളെ പ്രോഫിറ്റ് മാറും. പ്രോഫിറ്റ് മാറിയ ടാക്സിൻ്റെ എമൗണ്ട് മാറും. ഒന്നെങ്കിൽ നമ്മൾ ഓവർ പേ ചെയ്യുന്ന സിറ്റുവേഷൻ വരും, അല്ലെങ്കിൽ നമ്മൾ അണ്ടർ പേ ചെയ്യുന്ന സിറ്റുവേഷൻ വരും. In order to avoid this, it is imperative that you keep a record holding accurate accounts on the sales that you have made. നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൃത്യമായിട്ട് മെഷർ ചെയ്യുക, പ്രോഫിറ്റ് കൃത്യമായിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് ടാക്സ് പേ ചെയ്യുക. അപ്പോൾ അതാണ് ആദ്യത്തെ റീസൺ, മെട്രിക് ഫോർ ടാക്സ് പർപ്പസസ്. രണ്ടാമത്തത് കീപ് ട്രാക്ക് ഓഫ് പ്രോഫിറ്റ്സ്. Business owners need to know how profitable their business is in order to determine whether it is worth staying in business. പ്രോഫിറ്റ് നോക്കിയിട്ടാണ് നമ്മളെ ബിസിനസ്സിൻ്റെ സക്സസ് തീരുമാനിക്കുക. പ്രോഫിറ്റബിൾ ആണോ അല്ലയോ നോക്കിയിട്ട് വേണം നമുക്ക് ബിസിനസ് പൂട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നമ്മൾ തുടർന്ന് പ്രവർത്തിക്കും, ലോസ് ആണെങ്കിൽ നമ്മൾ ബിസിനസ് ഒഴിവാക്കിക്കാളും.
You will not be able to calculate profit without first knowing how much it is costing you yearly to produce your product or services. നമുക്ക് പ്രോഫിറ്റ് മെഷർ ചെയ്യണമെങ്കിൽ ആദ്യം എന്തറിയണം? നമുക്ക് ഓരോ കൊല്ലം എത്രത്തോളം കോസ്റ്റ് ഉണ്ടാവുന്നുണ്ടെന്ന് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് മെഷർ ചെയ്യാനും എഫിഷ്യൻസി മെഷർ ചെയ്യാനും പറ്റുള്ളൂ. മൂന്നാമത്തത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഫ്യൂച്ചർ. When you keep track of your cost of goods sold, you can look to the future and see what areas have potential growth opportunities and which ones you need to either improve upon or stop producing altogether. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നോക്കിയാൽ നമുക്ക് ഏത് ഏരിയയിലാണ് ഭയങ്കരമായിട്ട് കോസ്റ്റ് വരുന്നത് നോക്കാം. അവിടെ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തിയാലേ നമുക്ക് എന്താക്കാം, ആ ഒരു പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള 3 റീസൺസ്. 1 മെട്രിക് ഫോർ ടാക്സ് പർപ്പസസ്, 2 കീപ് ട്രാക്ക് ഓഫ് പ്രോഫിറ്റ്സ്, 3 ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഫ്യൂച്ചർ. ഇനി നമുക്ക് നോക്കാനുള്ളത് അക്കൗണ്ടിങ് മെത്തേഡ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താണ് അക്കൗണ്ടിങ് മെത്തേഡ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻവെൻട്രി വാല്യൂ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത്. The value of cost of goods sold depends upon the inventory cost method adopted by a company. നമ്മളെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെൻട്രി കോസ്റ്റിങ്ങിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. നമ്മൾ എത്രത്തോളം ഇൻവെൻട്രി കോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളതനുസരിച്ച്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നുള്ളതിനനുസരിച്ചിട്ട്. There are 3 methods that a company can use when recording the level of inventory sold during the period. 3 പ്രധാനപ്പെട്ട മെത്തേഡുകളാണുള്ളത്. ഏതൊക്കെയാണ്? 1 FIFO, 2 LIFO, മൂന്നാമത്തത് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് FIFO മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. FIFO assumes that the oldest product in a company's inventory has been sold first and goes by those production cost. നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഇൻവെൻട്രി റോ മെറ്റീരിയലാണ് നമ്മൾ ആദ്യമായിട്ട് പ്രൊഡക്ഷന് എടുക്കുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് FIFO മെത്തേഡ് എന്നുള്ളത്. ദ ഏർലിയസ്റ്റ് ഗുഡ്സ് ടു ബി പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് ആർ സോൾഡ് ഫസ്റ്റ്. നമ്മൾ ആദ്യം വാങ്ങുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യാനും പിന്നീട് അത് തന്നെയാണ് സെയിൽ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നത്. Since prices tend to go up over time, a company that uses FIFO method will sell its least expensive product first, which translates to a lower cost of goods sold than the cost of goods sold recorded under LIFO. അപ്പം നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ വില കൂടി വരിക. അപ്പോൾ FIFO മെത്തേഡ് യൂസ് ചെയ്യുന്ന ഫേം എന്താ ചെയ്യുന്നത്? ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളാണ് ആദ്യം പ്രൊഡക്ഷനും ആദ്യം തന്നെ സെയിലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവരുടെ ഓർഗനൈസേഷനിൽ തന്നെ ഉണ്ടാവും. അപ്പം അവർക്ക് FIFO മെത്തേഡ് ഉപയോഗിക്കുന്ന വഴി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഹെൻസ് ദ നെറ്റ് ഇൻകം യൂസിങ് ദ FIFO മെത്തേഡ് ഇൻക്രീസസ് ഓവർ ടൈം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നെറ്റ് ഇൻകം, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് FIFO മെത്തേഡ്. ആദ്യം വാങ്ങിക്കൊണ്ടുവന്ന റോ മെറ്റീരിയൽ ആദ്യമായിട്ട് പ്രൊഡക്ഷനും സെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. രണ്ടാമത്തെ മെത്തേഡ് LIFO മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. മെത്തേഡ് assumes that the most recent product in a company's inventory has been sold first and uses those costs instead. നമ്മൾ ആദ്യം വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പകരം ഏതോ ഉപയോഗിക്കുന്നത്? ലാസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ആദ്യത്തിന് തന്നെ സെയിലിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ദ ലേറ്റസ്റ്റ് ഗുഡ്സ് ആഡഡ് ടു ദ ഇൻവെൻട്രി ആർ സോൾഡ് ഫസ്റ്റ്. ഏറ്റവും പുതിയ പ്രൊഡക്റ്റാണ് ആദ്യം നമ്മൾ പ്രൊഡക്ഷനും സെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ് പീരീഡ് ഓഫ് റൈസിങ് പ്രൈസസ്, ഗുഡ്സ് വിത്ത് ഹയർ കോസ്റ്റ് ആർ സോൾഡ് ഫസ്റ്റ്, ലീഡിങ് ടു എ ഹയർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എമൗണ്ട്. നമ്മൾ ആദ്യം തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻക്രീസ് ചെയ്യും. അൾട്ടിമേറ്റ്ലി നമ്മളെ നെറ്റ് ഇൻകം ഡിക്രീസ് ചെയ്യും. മൂന്നാമത്തെ മെത്തേഡ് ഏതാ? ആവറേജ് കോസ്റ്റ് മെത്തേഡ്. The average price of all the goods in stock, regardless of purchase date, is used to value the goods sold. നമ്മൾ ഏത് ഡേറ്റിന് പർച്ചേസ് ചെയ്തെന്നുള്ള നോക്കുന്നില്ല. ആവറേജ് ആയിട്ടുള്ള കോസ്റ്റ്, അതായത് ടോട്ടൽ ഗുഡ്സ് ഡിവൈഡഡ് ബൈ മൊത്തം കോസ്റ്റ് ചെയ്തിട്ടാണ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ആവറേജ് കോസ്റ്റാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലും ചാർജ് ചെയ്യുന്നത്. Taking the average product cost over a time period has a
smoothing effect that prevents cost of goods sold from being highly impacted by extreme cost of one or more acquisitions or purchases. ഇങ്ങനെ ആവറേജ് കോസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? എക്സ്ട്രീം കോസ്റ്റുകൾ നമ്മളെ ഓവറോൾ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യാതെ നോക്കാം. അതാണ് ആവറേജ് കോസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പം ഇൻവെൻട്രി വാല്യൂള്ള 3 മെത്തേഡാണ് ഫിഫോ, ലിഫോ ആൻഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്ക്ലൂഷൻ ഫ്രം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്ഷൻ. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്ഷന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെനി സർവീസ് കമ്പനീസ് ഡു നോട്ട് ഹാവ് എനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറ്റ് ആൾ. ചില ഓർഗനൈസേഷൻസിനില്ലേ അവർക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡേ ഉണ്ടാവില്ല. അതാർക്കാ? സർവീസ് കമ്പനികൾ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേമുകൾക്ക്. Cost of goods sold is not addressed in any detail in generally accepted accounting principles, but cost of goods sold is defined as only the cost of inventory items sold during the given period. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ചാൽ ഇൻവെൻട്രീൻ്റെ മേലെ നമുക്ക് വരുന്ന കോസ്റ്റാണ്, പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റാണ്. നോട്ട് ഓൺലി ഡു സർവീസ് കമ്പനീസ് ഹാവ് നോ ഗുഡ്സ് ടു സെൽ, but purely service companies also do not have inventories. ഈ സർവീസ് കമ്പനികൾക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഇല്ല, ഇൻവെൻട്രിയും ഇല്ല, ഒന്നുമില്ല. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. If cost of goods sold is not listed on the income statement, no deduction can be applied for those costs. നമ്മളെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലേ നമുക്ക് ടാക്സ് പർപ്പസിന് വേണ്ടി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനും പറ്റൂല. അപ്പോൾ സർവീസ് ഫേമുകൾക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ മേലൊരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനും പറ്റൂല. എക്സാമ്പിൾസ് ഓഫ് പ്യുവർ സർവീസ് കമ്പനീസ് ഇൻക്ലൂഡ് അക്കൗണ്ടിംഗ് ഫേംസ്, law offices, real estate appraisers, business consultants, professional dancers, etc. സർവീസ് കമ്പനികളാണ് ആരൊക്കെ? അക്കൗണ്ടൻറ്റ് ഫേമും, ലോ ഓഫീസേഴ്സും, റിയൽ എസ്റ്റേറ്റ് അപ്രൈസേഴ്സും, ബിസിനസ് കൺസൾട്ടൻസും, പ്രൊഫഷണൽ ഡാൻസേഴ്സും ഒക്കെ. ഇവർക്ക് ആർക്കും എന്തുണ്ടാവില്ല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടാവില്ല. കാരണം അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. അവർക്ക് ഉണ്ടാവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റവന്യൂ ആണ്, അല്ലെ കോസ്റ്റ് ഓഫ് സർവീസാണ്. ഈവൻ ദോ all of these industries have business expenses and normally spend money to provide their services, they do not list cost of goods sold. Instead, they have what is called cost of services, which does not count towards cost of goods sold deduction. അവർക്ക് ഉണ്ടാവുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ല, കോസ്റ്റ് ഓഫ് സർവീസസ് ആണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്ഷൻ അവൈലബിൾ അല്ല. ഇനി ഈ ഹെഡിൽ നമുക്ക് നോക്കാനുള്ളതാണ് കോസ്റ്റ് ഓഫ് റവന്യൂ വെർസസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വെർസസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും. ആദ്യം കോസ്റ്റ് ഓഫ് റവന്യൂ വെർസസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്ന് നോക്കാം. അതായത് സർവീസ് ഫേമുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾക്ക് അവർക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റായിട്ടുള്ള കോസ്റ്റ് ഓഫ് റവന്യൂവും നമ്മളെ പോലെ ട്രേഡേഴ്സ് മാനുഫാക്ചറേഴ്സിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? Cost of revenue exists for ongoing contract services that can include raw material, direct labor, shipping cost and commission paid to sales employees. Cost of revenue എന്തൊക്കെ വരും? raw material കോസ്റ്റ്, direct labor കോസ്റ്റ്, shipping cost, commission paid to sales employees. These items cannot be claimed as cost of goods sold without a physically produced product to sell. However, the IRS website even lists some examples of personal service businesses that do not calculate cost of goods sold on their income statement. സർവീസ് ഫേമുകൾക്ക് ഫിസിക്കലി പ്രൊഡ്യൂസ്ഡ് പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ അവർക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹോട്ടലുകൾക്കും എയർലൈൻ ബിസിനസ്സിനും ഫിസിക്കൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന സമയത്ത്, ഫുഡോ ബീവറേജോ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാത്ത കേസ് അവർക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റൂല. അതിന് പുറമെ IRS വെബ്സൈറ്റ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പേഴ്സണൽ സർവീസ് ബിസിനസ്സുകൾ ഏതൊക്കെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അവരുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കമ്പ്യൂട്ട് ചെയ്യാത്ത
പേഴ്സണൽ സർവീസ് ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ദീസ് ഇൻക്ലൂഡ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, കാർപ്പൻറ്റേഴ്സ് ആൻഡ് പെയിൻറ്റേഴ്സ്. ഡോക്ടേഴ്സ്, ലോയേഴ്സ്, കാർപ്പൻറ്റേഴ്സ് ആൻഡ് പെയിൻറ്റേഴ്സ് ഇവരൊക്കെ പേഴ്സണൽ സർവീസ് ബിസിനസ്സസ് ആണ്. ഇവർക്കൊന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ മേലെ ഡിഡക്ഷൻ അവൈലബിൾ അല്ല. മെനി സർവീസ് ബേസ്ഡ് കമ്പനീസ് ഹാവ് സം പ്രൊഡക്റ്റ് ടു സെൽ. മിക്കവാറും സർവീസ് ബേസ്ഡ് കമ്പനികൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവാറുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, എയർലൈൻ ആൻഡ് ഹോട്ടൽ ആർ പ്രൈമറിലി പ്രൊവൈഡേഴ്സ് ഓഫ് സർവീസ് സച്ച് ആസ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോഡ്ജിങ് respectively, yet they also sell gift, food, beverages and other items. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, സർവീസ് ഫേമുകൾക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്ന കേസുണ്ട്. എപ്പോഴാണ് വരിക? അവർ ഫിസിക്കൽ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ. These items are definitely considered goods and these companies certainly have inventories of such goods. Both of these industries can list cost of goods sold on their income statement and claim them for tax purposes. അപ്പോൾ ഹോട്ടലുകൾക്കും എയർലൈൻ ബിസിനസ്സിനും അവരുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണിക്കാനും അതേപോലെ ക്ലെയിം ചെയ്യാനും വേണ്ടി പറ്റും. ഇനി നമുക്ക് നോക്കാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വേഴ്സസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താ? ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാൻ പോകുന്നത്. ബോത്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആർ എക്സ്പെൻഡിച്ചേഴ്സ് ദാറ്റ് കമ്പനീസ് ഇൻകർ വിത്ത് റണ്ണിങ് ദെയർ ബിസിനസ്. ബിസിനസ്സിനെ റൺ ചെയ്യാൻ വേണ്ടി ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും. However, the expenses are segregated on the income statement. പക്ഷേ രണ്ടും രണ്ടായിട്ടല്ല നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക. ഡയറക്റ്റ് എക്സ്പെൻസസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പോർഷനിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പോർഷനിലുമാണ് കാണിക്കുക. Unlike cost of goods sold, operating expenses are expenditures that are not directly tied to the production of goods and services. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പ്രൊഡക്ഷനുമായിട്ടോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടോ ഡയറക്റ്റ്ലി യാതൊരു ബന്ധവും ഇല്ലാത്ത എക്സ്പെൻസുകളാണ്. ടിപ്പിക്കലി SG&C, selling, general and administrative expenses are included under operating expenses as a separate line item. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഏതൊക്കെയാണ് വരിക? സെല്ലിംഗ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. SG&A expenses are expenditures that are not directly tied to a product such as overhead cost. ഒരു പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യാത്ത കോസ്റ്റുകളാണ് SG&A എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്: റെൻറ്റ്, യൂട്ടിലിറ്റീസ്, office supplies, legal cost, sales and marketing, payroll, insurance cost. ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലിമിറ്റേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നോക്കാം. ലിമിറ്റേഷൻസിൽ പറയുന്നത് എന്താ വെച്ചാൽ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റാണ്. നമുക്ക് അക്കൗണ്ടൻറ്റിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മാനിപ്പുലേറ്റ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വളരെ കുറവാണെന്ന് പറയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രോഫിറ്റ് കൂടും. അങ്ങനെ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്. അതാണ് ലിമിറ്റേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പോകുന്നത്. Cost of goods sold can easily be manipulated by accountant or managers looking to cook the books. It can be altered by എങ്ങനെയൊക്കെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ ആൾട്ടർ ചെയ്യാനാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, അലോക്കേറ്റിംഗ് ടു ഇൻവെൻട്രി ഹയർ മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റ് ദാൻ ദോസ് ഇൻകേർഡ്. ഓൾറെഡി ഇൻകർ ചെയ്തിട്ടുള്ളതിൽ കൂടുതൽ കോസ്റ്റ് ക്ലെയിം ചെയ്യുക. അങ്ങനെ അവർ മാനിപ്പുലേഷൻസ് നടത്തുന്നുണ്ട്. അതുപോലെ ഓവർ സ്റ്റേറ്റിംഗ് ഡിസ്കൗണ്ട്. നമ്മൾ
നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ടിന് ഓവർ സ്റ്റേറ്റ് ചെയ്യുക, അങ്ങനെയും അവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹയർ ഇൻവെൻട്രി കോസ്റ്റ് കൂട്ടിക്കാണിച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടും. അതുപോലെ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് കൂട്ടിക്കാണിക്കുക. ഈ രണ്ട് രീതിയിൽ അവർ മാനിപ്പുലേഷൻസ് നടത്തുന്നുണ്ട്. അടുത്തത് എന്താ? ഓവർ സ്റ്റേറ്റിംഗ് റിട്ടേൺ ടു സപ്ലയേഴ്സ്. ഓവർ സ്റ്റേറ്റിംഗ് റിട്ടേൺ ടു സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺസ് കൂട്ടിക്കാണിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പർച്ചേസസിൻ്റെ എമൗണ്ട് അത്രയും കുറയും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയുന്ന സമയത്തോ നമ്മളെ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടുന്ന സമയത്ത് ഇൻവെസ്റ്റർ വിചാരിക്കും ഹായ് തോനെ പ്രോഫിറ്റ് ഉള്ള ബിസിനസ് ആണെന്ന് വിചാരിക്കും. അങ്ങനെ ഇൻവെസ്റ്റർ നമ്മൾ ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യും. അടുത്തതോ? ആൾട്ടറിങ് ദ എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ഇൻ സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിലെ എൻഡിലുള്ള ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂട്ടിക്കാണിക്കുക. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂട്ടിക്കാണിച്ചാൽ എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയുന്ന സമയത്ത് പ്രോഫിറ്റ് കൂടും. അടുത്തത് എന്താ? ഓവർ വാല്യൂവിങ് ഇൻവെൻട്രി ഇൻ ഹാൻഡ്. നമ്മുടെ കയ്യിലുള്ള ഇൻവെൻട്രീൻ്റെ വാല്യൂ കൂട്ടിക്കാണിക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടിക്കാണിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കാണിക്കാനും അതുവഴി പ്രോഫിറ്റ് കൂട്ടിക്കാണിക്കാനും പറ്റും. ഫെയിലിംഗ് ടു റൈറ്റ് ഓഫ് ഒബ്സൊലീറ്റ് ഇൻവെൻട്രി. നമ്മളോട് വരാതെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് അതിൽ ഒബ്സൊലീറ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി, ഡാമേജ്ഡ് ആയിട്ടുള്ള ഇൻവെൻട്രി ഇതൊന്നും കൂട്ടാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടുന്ന സമയത്ത് എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് കൂടും. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയും, പ്രോഫിറ്റ് കൂടും. ഇത്രയും രീതിയിലാണ് അവർ പൊതുവെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാറുള്ളത്. മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്തിനാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കാണിച്ചാൽ പ്രോഫിറ്റബിലിറ്റി കൂട്ടിക്കാണിക്കാം. When inventory is artificially inflated, cost of goods sold will be under-reported, which in turn will lead to higher than the actual gross profit margin. നമ്മൾ ഇൻവെൻട്രീൻ്റെ വാല്യൂവിനെ ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട് കുറയും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറഞ്ഞാൽ പ്രോഫിറ്റ് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് കാണിക്കും. ആൻഡ് ഹെൻസ് ആൻ ഇൻഫ്ലേറ്റഡ് നെറ്റ് ഇൻകം. അപ്പോൾ ഓർഗനൈസേഷൻ്റെ നെറ്റ് ഇൻകത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഇൻവെസ്റ്റേഴ്സ് ലുക്കിംഗ് ത്രൂ എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ സ്പോട്ട് unscrupulous inventory accounting by checking for inventory build-up. Such an inventory rising faster than revenue or total asset reported. ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ വാല്യൂ കൂടുതലായിരിക്കും. ഇൻവെൻട്രിക്ക് നല്ല വാല്യൂ ഉള്ള ബിസിനസ്സാണ്, തോനെ അസറ്റ് ഉണ്ട്, തോനെ പ്രോഫിറ്റ് ഉണ്ട് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റർ എന്ത് ചെയ്യും? നമ്മൾ ഓർഗനൈസേഷനിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് ലിമിറ്റേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഇൻവെൻട്രി. അതിലെന്താ പറയുന്നത് നോക്കാം. The calculation of the cost of goods sold is focused on the value of your business inventory. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രി തന്നെയാണ്. ഓപ്പണിംഗ് ഇൻവെൻട്രി, എത്ര ഇൻവെൻട്രി പർച്ചേസ് ചെയ്തു, എത്ര ക്ലോസിംഗ് ഇൻവെൻട്രി ഉണ്ട്, ഈ ഒരു കൺസെപ്റ്റിൻ്റെ മേലെ, ഇൻവെൻട്രി എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇഫ് യു ആർ സെല്ലിംഗ് എ ഫിസിക്കൽ പ്രൊഡക്റ്റ്, ഇൻവെൻട്രി ഈസ് വാട്ട് യു സെൽ. നമ്മളൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഫേമാണെങ്കിൽ ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താ? നമ്മൾ എന്താണോ സെല് ചെയ്യുന്നത് അതിനെയാണ് ഇൻവെൻട്രി എന്ന് പറയാം. Your business inventory might be items you have purchased from a wholesaler or that you have made yourself and are reselling. നമ്മൾ ഒന്നെങ്കിൽ ഹോൾസെയിലറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്തായിരിക്കും. രണ്ടാണെങ്കിലും അത് നമ്മുടെ ഇൻവെൻട്രി ആണ്. You might also keep an inventory of parts or materials for product that you make. നമ്മൾ ഉണ്ടാക്കുന്ന ഇൻവെൻട്രി, നമ്മൾ കീപ്പ് ചെയ്യുന്ന ഇൻവെൻട്രീൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കും. ഇൻവെൻട്രി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബിസിനസ് അസറ്റ് വിത്ത് എ സ്പെസിഫിക് വാല്യൂ. പ്രധാനപ്പെട്ട ഒരു അസറ്റാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. The process of calculating the cost of goods sold starts with inventory at the beginning of the year and ends with inventory at the end of the year. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കമ്പ്യൂട്ടേഷൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓപ്പണിംഗ് ഇൻവെൻട്രി. എവിടെ എൻഡ് ചെയ്യുന്നത്? ക്ലോസിംഗ് ഇൻവെൻട്രി.
Many businesses have a process of taking inventory at these times to figure the value of their inventory. അപ്പോൾ ഓർഗനൈസേഷൻ ഓപ്പണിംഗ് ഇൻവെൻട്രിയും ക്ലോസിംഗ് ഇൻവെൻട്രിയും നോക്കിയിട്ടാണ് അവരുടെ ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ള ഇൻവെൻട്രീൻ്റെ വാല്യൂ മെഷർ ചെയ്യുക. ദിസ് ഹൗ ടു ടേക്സ് യു ത്രൂ ദ calculation of the cost of goods sold, so you can see how it is done and the information you will need to give to your tax professional. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇൻവെൻട്രി എന്ന് മനസ്സിലായി. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? ഇൻവെൻട്രീനെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഇൻവെൻട്രി, എന്തൊക്കെ തരം ഇൻവെൻട്രി ആണുള്ളത്, എന്തുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇത്ര പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആയിട്ട് ഇൻവെൻട്രി മാറുന്നത്.